ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഒരു സമയത്ത് യു പി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായിരുന്നു, ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായിരുന്നു ബീഹാർ. ഇപ്പോൾ ആ ഒരു പദവി നഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ബീഹാറിനെ വിഭജിച്ച് ബീഹാർ ജാർഖണ്ഡുമായിട്ട് രണ്ട് സംസ്ഥാനങ്ങളാക്കി മാറ്റി. അതുകൊണ്ട് ഇപ്പോൾ ജനസംഖ്യയിൽ ചെറിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. നിയമസഭയിലെ പ്രാതിനിധ്യവും അതനുസരിച്ച് ശോഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്രയൊക്കെ കഴിഞ്ഞിട്ട് ബീഹാർ വരുന്നുള്ളൂ. എങ്കിൽ പോലും രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിന് മാത്രമുള്ള ചില രാഷ്ട്രീയമായ സവിശേഷതകളുണ്ട്. ബീഹാറിൽ മാത്രം നിലനിൽക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ബീഹാറിൽ ഒതുങ്ങി നിൽക്കുന്ന ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവർ ദേശീയ രാഷ്ട്രീയത്തിൽ അത്യാവശ്യം കൈയിട്ട് വരാൻ പഠിക്കാത്തവരാണ്, ധൈര്യമുള്ളവരാണ്, സ്ഥൈര്യമുള്ളവരാണ്, തന്നിടമുള്ളവരാണ്. ദേശീയ നേതാക്കളെക്കാളും തലയെടുപ്പുള്ള നേതാക്കന്മാരും ബീഹാറിലുണ്ട്. പിന്നെ ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ കളിത്തൂട്ടിലാണ് ബീഹാർ. യാദവന്മാരും കുർമികളും ദളിതരും മഹാദളിതരും ഭൂമിഹാർമാരും ബ്രാഹ്മണരും ഒക്കെ കൂടി കുഴഞ്ഞ വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയമാണ് ബീഹാറിലുള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം എത്ര ഭേദം നമുക്ക് തോന്നും. ഏതായാലും ബീഹാർ കഴിഞ്ഞ എത്രയോ കൊല്ലങ്ങളായിട്ട് 2005 മുതൽക്കെങ്കിലും തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാർ എന്ന് പറഞ്ഞ ഭയങ്കരനായ ഒരു നേതാവാണ്. അദ്ദേഹം വിട്ടുനിന്ന ഒരു ചെറിയ സമയത്ത് ജിതിൻ റാം മാഞ്ചിയായിരുന്നു മുഖ്യമന്ത്രി. അതൊഴിച്ചാൽ പിന്നെ ഈ കഴിഞ്ഞ ഇത്രയും കൊല്ലം നമ്മുടെ ലാലു പ്രസാദിൻ്റെ പാർട്ടിയെ തോൽപ്പിച്ച് നിതീഷിൻ്റെ പാർട്ടിക്കാണ് ഭൂരിപക്ഷം കിട്ടിയത്. നിതീഷ് ആണ് മുഖ്യമന്ത്രി. കുറച്ചു കാലം പുള്ളി ലാലുവിൻ്റെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായിട്ടിരുന്നു. പിന്നെ അവരെ തള്ളി പുറത്താക്കിയിട്ട് അദ്ദേഹം വീണ്ടും BJPയുടെ പിന്തുണ സ്വീകരിച്ചു. BJP ആണ് സത്യത്തിൽ ലാലുവിൻ്റെ പാർട്ടിയെക്കാളും അല്ലെങ്കിൽ നിതീഷിൻ്റെ പാർട്ടിയെക്കാളും വലിയ പാർട്ടി. പക്ഷേ അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുകയില്ല. ഏതെങ്കിലും ശക്തനായ ഒരു ഘടകകക്ഷി വേണം. അതുകൊണ്ടാണ് സീറ്റ് കുറവായിട്ട് പോലും അവർ നിതീഷിൻ്റെ പാർട്ടിയുമായിട്ട് യോജിച്ചു പോകുന്നത്. പിന്നെ നിതീഷ് കുമാർ തലയെടുപ്പുള്ളൊരു നേതാവുമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ഇരിക്കട്ടെ, മന്ത്രിസഭയിൽ ഞങ്ങളിരിക്കാം എന്നുള്ളതാണ് അവരുടെ നിലപാട്. മറുഭാഗത്ത് രാഷ്ട്രീയ ജനതാദൾ RJD എന്ന് പറഞ്ഞ പാർട്ടിയാണ്. റാന്തൽ അടയാളത്തിൽ മത്സരിക്കുന്നു. ലാലു പ്രസാദിൻ്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. അഴിമതി കേസിൽ തടവ് ശിക്ഷ കിട്ടിയ ആളായതുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവ്, പിന്നെ അദ്ദേഹത്തിൻ്റെ അനുജനും, പിന്നെ മറ്റു കുടുംബാംഗങ്ങളും ചേർന്നിട്ടാണ് ഈ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് അവർ കോൺഗ്രസുമായിട്ട് മുന്നണി ചേർന്ന് മത്സരിക്കുന്നു. കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് RJD ആയിരിക്കും, കുറവ് സീറ്റിൽ കോൺഗ്രസ് ആയിരിക്കും. അങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കി അവർ മത്സരിക്കുന്നു. പിന്നെ ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിയുണ്ട്, അതുപോലെ രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടിയുണ്ട്. അതിൽ 2 കഷ്ണങ്ങളുണ്ട്. ഒരു ഭാഗം ഇവരുടെ കൂടെ, മറുഭാഗം മറ്റവരുടെ കൂടെ ആയിരിക്കും. പിന്നെ CPI ഉണ്ട്, CPM ഉണ്ട്, CPI ML ഉണ്ട്. ML തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ ഇത്രയും സങ്കീർണമായ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും അധികാരത്തിൽ തിരിച്ചു വരിക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നിതീഷ് കുമാർ വലിയൊരു അഭ്യാസിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അഥവാ BJP നിതീഷ് സഖ്യം ജയിക്കുകയാണെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ ഈ തന്ത്രങ്ങൾ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുതന്ത്രങ്ങൾ കൊണ്ടായിരിക്കും. പിന്നെ നരേന്ദ്രമോദി കൂടി തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് വരുന്നു എന്ന കാരണത്താലായിരിക്കും. മറിച്ച് കോൺഗ്രസും RJD തമ്മിലുള്ള ബന്ധം ഒട്ടും സുഖകരമല്ല. എല്ലാ സീറ്റിലും മത്സരിക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല എന്നൊക്കെ ലാലു പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ അവർ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ കൊല്ലത്തിൽ ഒരുപോലെ ഒന്നാവുമെന്ന് പറഞ്ഞ പോലെ ഇവർ തമ്മിൽ യോജിക്കുകയും അവർ UPAയുടെ ഒരു ബാനറിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ മറ്റു പാർട്ടികളെന്നൊക്കെ പറഞ്ഞ് എരിയും വെയിലത്ത് കയ്യിലും കുത്തിയിറക്കുന്ന ആൾക്കാരാണ്. അവർക്കൊന്നും വലിയ നിലനിൽപ്പില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആര് ജയിക്കും, ആര് തോക്കും എന്നുള്ളതല്ല, ആര് തോക്കും എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം. കാരണം എന്താ വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ പോകുന്നത് ബീഹാറിലെ പ്രബുദ്ധരായ വോട്ടർമാരായിരിക്കും. ജയിക്കുന്നത് ഒന്നുകിൽ നിതീഷ് കുമാർ ആയിരിക്കും, അല്ലെങ്കിൽ തേജസ്വി യാദവ് ആയിരിക്കും, അതുമല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആയിരിക്കും, അതുമല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ പോകുന്ന ആരാണ് എന്ന ചോദ്യത്തിന് യാതൊരു ഉത്തരം വേണ്ട. അത് ബീഹാറിലെ പ്രബുദ്ധരായ വോട്ടർമാരായിരിക്കും. അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഈറ്റില്ലവും കൂടിയാണ് ബീഹാർ. ഒരു കാലത്ത് അവിടെ ഈ ബൂത്ത് പിടുത്തവും അതുപോലെ തന്നെ വോട്ടർമാരെ തട്ടിക്കൊണ്ടുപോലും പോളിംഗ് ഓഫീസർമാരെ ആക്രമിക്കലുമൊക്കെ നിത്യസംഭവമായിരുന്നു. നമ്മുടെ TN ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് ഇതിനൊക്കെ വലിയൊരു പരിധി വരെ കടിഞ്ഞാണിട്ടതും പിന്നീട് ഫുൾ സ്റ്റോപ്പ് ഇട്ടതും.
ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വെറും 2 ഘട്ടമായിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ അർത്ഥം ബീഹാറിലെ ക്രമസമാധാന നില എത്ര ഭദ്രമാണ് എന്നുള്ളതാണ്. സാധാരണ ഇതിൽ ബീഹാറിൻ്റെ ഒരു പൈതൃകവും പാരമ്പര്യവും വെച്ച് നോക്കുമ്പോൾ 6 ഘട്ടമായിട്ടെങ്കിലും നടത്തേണ്ട തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് 2 ഘട്ടമായിട്ട് നടത്തുന്നു എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ക്രമസമാധാന പരിപാലന നില വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് എത്ര ആൾ മരിക്കും, എത്ര പേരെ പോലീസ് വെടിവെപ്പിൽ പരലോകത്തേക്ക് പോകും എന്നൊക്കെ വേറെ ചോദ്യമാണ്. എങ്കിൽ പോലും 2 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ ആത്മവിശ്വാസം തോന്നത്തക്ക രീതിയിലേക്ക് ബീഹാർ എത്തിയിരിക്കും. അതൊരു കാര്യം. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നവംബർ 6-ാം തീയതിയും 11-ാം തീയതിയുമാണ് തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണുന്നത് നവംബർ 14-ാം തീയതി. നവംബർ 14-ന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. അന്ന് നെഹ്റു ജയന്തിയാണ്, അഥവാ ശിശുദിനമാണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ച ദിവസമാണ് നവംബർ 14. അന്നേ ദിവസം കോൺഗ്രസ് അവിടെ ജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസും സഖ്യകക്ഷിയായ RJD കൂടി ജയിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആവേശകരമായ അല്ലെങ്കിൽ ഉത്തേജകരമായിട്ടുള്ള ഒരു ജയമായിരിക്കും. കഷ്ടകാലത്തിന് കോൺഗ്രസും അവരുടെ ഇന്ത്യ മുന്നണി അങ്ങ് പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും എന്ന് ഞാൻ പറയേണ്ടതില്ല. അത് നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.